ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ ഇഷ്ടമാത്ര സീരിയലിന്റെ ഇന്നത്തെ അടിപൊളി എപ്പിസോഡിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. അങ്ങനെ നമ്മുടെ ഇഷിതയാണെങ്കിൽ മഹേഷിനോട് പറയണ്ട്, ഇപ്പൊ എന്തൊക്കെ പറഞ്ഞാലും മഹേഷും രജനിയും തമ്മിൽ ഭയങ്കര ഇതാണല്ലോ. പറഞ്ഞിട്ട് കാര്യമില്ല, മഹേഷിന്റെ രണ്ട് കുട്ടികളുടെ അമ്മയാണല്ലോ രചന. ഒരു ഭാര്യക്ക് അല്ലെങ്കിൽ ഒരു പെണ്ണിന് ഒരു ഭർത്താവിനോട് ഇഷ്ടം തോന്നുന്നത് എപ്പോഴാണെന്നറിയാവോ? അവന്റെ കുഞ്ഞ അമ്മയാകുമ്പോ. രചനക്ക് ആ ഭാഗ്യം ഒരു പ്രാവശ്യമല്ല 2 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഞാനാണെങ്കിലോ ഭാര്യ പോലും ആയിട്ടില്ല, പിന്നെങ്ങനാ എന്ന് പറയുമ്പോഴേക്കും മഹേഷ് പറയുന്നുണ്ട്, മതി നിർത്ത് എന്ന് പറയുമ്പോ ഒരു ഇഷിത നോക്കുമ്പോഴേക്കും അല്ല, ഭക്ഷണം മതി എന്നാ പറഞ്ഞത് എന്ന് മഹേഷ് ചിരിച്ചുകൊണ്ട് പറയാണ്. മഹേഷിനല്ലെങ്കിലും അവളോട് ഒരു ചെറിയൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അത് ഞാൻ മുമ്പ് ശ്രദ്ധിച്ചതാണ്. അല്ലാന്നുണ്ടെങ്കിൽ അവക്ക് അപകടം പറ്റുന്ന സമയത്ത് മഹേഷ് അവിടേക്ക് പോയിട്ട് അവളെ സഹായിക്കില്ലല്ലോ, പിന്നെ അവളുടെ കൂടെ നിന്ന് പരിചരിച്ചു കോരി എടുത്തോണ്ട് പോയി എന്നൊക്കെ പറയാണ്. ഭക്ഷണം മതി എന്ന് പറയാണ്. ശേഷം മഹേഷിന്റെ കൈയൊക്കെ കഴുകാൻ സഹായിക്കുന്നുണ്ട് ഇഷ്ട. എന്നിട്ട് പറയുന്നുണ്ട്, അതെ മരുന്ന് ടേബിളിൽ വെച്ചിട്ടുണ്ട്, എടുത്ത് കഴിച്ചോളാം, കൊണ്ടുതരാനായിട്ട് ഇവിടെ ഇപ്പോ ആരുമില്ല കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് ഇഷിത അപ്പുറത്തേക്ക് പോവാണ്. മഹേഷ് മനസ്സിൽ വിചാരിക്കാണ്, എത്ര പൊസിഷനിലെത്തിയാലും പെണ്ണ് പെണ്ണാണല്ലോ എന്നിങ്ങനെ പറയുന്നുണ്ട്. പിന്നീട് കഴിക്കണ രാവിലെയാണ്. രാവിലെ തന്നെ നമ്മുടെ സാന്ദ്ര മഹേഷിന്റെ ഫ്ലാറ്റിലേക്ക് വരാട്ടോ. അപ്പൊ ബെല്ലടിക്കുമ്പോൾ സ്വപ്നവല്ലിയാണ് വാതിൽ തുറക്കുന്നത്. ആരാ മനസ്സിലായില്ല എന്ന് സ്വപ്നോട് ചോദിക്കുമ്പോ ആരാ മനസ്സിലായില്ല എന്ന് പറയട്ടെ സാന്ദ്ര അകത്ത് കയറാട്ടോ. നീ എവിടെയാ കയറി പോണത്, ആരാ നീ എന്ന് ചോദിക്കുമ്പോ, ഒരാള് വീട്ടിലേക്ക് കയറുമ്പോ ഇതാണോ മര്യാദ? അതെ, മര്യാദ തരുന്ന രീതിയിലേക്ക് വീട്ടിൽ കയറി വരുന്ന ആളും പെരുമാറണം എന്ന് പറയുമ്പോ സാന്ദ്ര അവിടെ ഇരിക്കുകയാണ്. അതെ, ഞാനിവിടെ ക്ഷണിച്ചിട്ടാണ് വന്നത് എന്ന് പറയുമ്പോഴേക്കും, നീ ആരാടെ ഇങ്ങനെ എടുക്കണോ വീട്ടിൽ വന്നിട്ട് പെരുമാറണത് എന്ന് സ്വപ്നവല്ലി ചോദിക്കുമ്പോ അത് കേട്ടുകൊണ്ട് രാമനാഥൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ സ്വപ്നം, ആരാ വന്നത്, ആരാ എന്ന് ചോദിക്കുമ്പോ എനിക്കറിയില്ല ദേ എന്ന് പറയുമ്പോഴേക്കും ഹലോ അങ്കിൾ, മഹേഷിന്റെ അച്ഛനാണല്ലേ? അതെ, മഹേഷിന്റെ അച്ഛന് രാമനാഥൻ. ഞാൻ മഹേഷിനെ കാണാൻ വന്നതാ. സോറി, മഹേഷിനെ കാണാനായിട്ടെ പെട്ടെന്ന് സാധിക്കില്ല, അവരൊരു അപകടം കഴിഞ്ഞ് കിടക്കുക, വിസിറ്റേഴ്സ് ഒന്നും അലൗഡ് അല്ല. എനിക്കെല്ലാം അറിയാമെങ്കിലേ മഹേഷ് വിളിച്ചിട്ട് ഞാൻ വന്നത് എന്ന് പറയുമ്പോ സ്വപ്നവല്ലി രാമനോട് പറയുന്നത് മഹേഷിനോട് പറയാൻ വേണ്ടി പറയാണ്. അല്ല, ആര് വന്നു പറയും, മഹേഷ് വിളിച്ചിട്ട് ഒരു കൂട്ടുകാരി വന്നു എന്ന് പറഞ്ഞാൽ മതി എന്ന് സാന്ദ്ര രാമനാഥനോട് പറയാണ്. അങ്ങനെ രാമനാഥൻ മഹേഷിന്റെ റൂമിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, കുട്ടിയുടെ അകത്ത് കയറാൻ അവൻ പറഞ്ഞത്. ശരി എന്ന് പറഞ്ഞിട്ട് സാന്ദ്ര അകത്തെ റൂമിലേക്ക് പോവാണ്. ആ സമയത്ത് സ്വപ്നവല്ലിനെ ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ. സ്വപ്നവല്ലി ഇങ്ങനെ ദേഷ്യത്തെ സാന്ദ്രനെ നോക്കാണ്. സാന്ദ്ര അകത്തേക്ക് കയറുന്നുണ്ട്. അകത്ത് കയറുമ്പോഴേക്കും മഹേഷിന് ഹലോ എന്ന് പറഞ്ഞിട്ട് മഹേഷിനെ പറയാണ്. ശേഷം സാന്ദ്ര മഹേഷിനെ അടിമുടി നോക്കാണ്. സാന്ദ്രക്ക് വിഷമമാവുന്നുണ്ട് കേട്ടോ. താനേതാടാ അങ്ങനെ നോക്കുന്നത്, താൻ കയറുക. മഹേഷിനെ ഈ അവസ്ഥയെ കാണേണ്ടി വരുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. എന്തായാലും മഹേഷ് ചന്ദ്രൻ നാട്ടിൽ വന്നിട്ട് തനിക്ക് മഹേഷ് ചന്ദ്രൻ മരിച്ചു എന്ന് പറഞ്ഞ വാർത്ത കേൾക്കാൻ പറ്റിയില്ലല്ലോ, അതെന്നെ വലിയ ഭാഗ്യം. ഇങ്ങനെയെങ്കിലും എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ലടോ, അതെന്നെ വലിയ കാര്യം എന്ന് മഹേഷ് പറയാണ്. അതും ശരിയാ, താൻ വാതിലൊന്ന് ലോക്കേ എന്ന് പറയാണ്. അങ്ങനെ സാന്ദ്ര വാതിൽ ലോക്കിയിട്ട് മഹേഷിന്റെ അടുത്തിരിക്കാട്ടോ. ശേഷം മഹേഷിനോട് പറയണ്ട്, അല്ല മഹേഷ് അന്ന് ഓടിച്ചിരുന്നത്, ആക്സിഡന്റ് പറ്റുന്ന സമയത്ത് ഓടിച്ചിരുന്നത് ഇഷിതയുടെ വണ്ടിയാണല്ലേ? അതെ, എന്റെ വൈഫാണ്, പീഡിയാട്രീഷ്യനാണ്, സിറ്റി ഹോസ്പിറ്റലില്. ഓക്കെ, ആളുടെ വണ്ടിയാണ് ഓടിച്ചതല്ലേ? മഹേഷിന് ശത്രുക്കളുണ്ടോ? ശത്രുക്കൾ എന്ന് പറയാൻ മെയിനായിട്ടുള്ളത് എന്റെ ആദ്യ ഭാര്യ രചനയും അവളുടെ കൂടെ കഴിയുന്ന ആകാശുമാണ്. ആക്സിഡന്റ് നടന്നതിന്റെ തലേ ദിവസം ഞാനും ആകാശം തമ്മിൽ അടിപിടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് എനിക്ക് സംശയം അവരെയാണ് എന്ന് പറയാണ്. മഹേഷിന്റെ മക്കളൊക്കെ ഭാര്യയുടെ കൂടെയാണോ? ആദ്യ ഭാര്യയുടെ കൂടെ, മകൻ ആദ്യ ഭാര്യയുടെ കൂടെയാണ്, മകൾ എന്റെ കൂടെ ഉണ്ട് എന്ന് പറയാണ്. അപ്പോ ഇഷിതയുടെ വണ്ടിയാണ് മഹേഷ് ഓടിച്ചത്. അപ്പൊ ഇഷിതനെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കില്ലേ അവരത് ചെയ്തത്? എന്നെ ടാർഗറ്റ് ചെയ്തിട്ട് തന്നെയായിരിക്കും എന്ന് മഹേഷ് പറയാണ്. പക്ഷേ ഇഷിത മരിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷിതക്ക് എന്തിനു പറ്റുവാണെങ്കിലും അത് എന്റെ തകർച്ച തന്നെയാണല്ലോ, അതിന് മുന്നിൽ കണ്ടിട്ടായിരിക്കും അവരത് ചെയ്തത്. എന്തായാലും ഞാൻ ഈ കേസ് അന്വേഷിക്കുന്ന കാര്യം മഹേഷ് ആരോടും പറയുന്നുട്ടോ. ഞാനായിട്ട് ആർത്തും പറയില്ലടോ, താൻ ആരാണെന്നും എന്താണെന്ന് ഞാൻ നിഷിതയെടുത്ത് പോലും പറഞ്ഞിട്ടില്ല. ശരി മഹേഷ്, കേസിന്റെ ഭാഗമായിട്ട് ഞാൻ ഇനി വരാം. ശരി, താൻ ഇനിയും വരണം. അല്ല, തനിക്ക് കുടിക്കാൻ എന്തെങ്കിലും? അയ്യോ ഒന്നും വേണ്ട. വന്നപ്പോ തന്നെ മഹേഷിന്റെ അമ്മയുടെ വായിരിക്കുന്നത് ഫുള്ളും കേട്ടു എന്ന് പറയുമ്പോഴേക്കോ മഹേഷ് ചിരിക്കാണ്. സിയു മഹേഷ്, വീണ്ടും കാണാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സാന്ദ്ര അവിടെ നിന്ന് പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് സാന്ദ്ര സ്വപ്നം എടുത്ത് പറയണ്ട്, അതെ ഞാൻ പോകുവാണ്, വീണ്ടും കാണാം. കാണണമൊന്നുമില്ല, എന്നാലും എനിക്ക് കാണണമല്ലോ, മഹേഷിനെ കാണാൻ ഞാൻ ഇനിയും വരും. ശരിയെന്നാ എന്ന് പറഞ്ഞിട്ട് സാന്ദ്ര മഹേഷിനെ സ്വപ്നന്റെ അടുത്ത് രാമനാഥത്തെ യാത്ര പറഞ്ഞിട്ട് അവിടെ നിന്ന് ഇറങ്ങുവാട്ടോ. വേഗത്തിനെ സ്വപ്നവല്ലി വാതില് സാന്ദ്ര ഇറങ്ങുമ്പോ തന്നെ വാതില് വേഗം ടപ്പേന്ന് അടിച്ചിട്ട് ലോക്ക് ചെയ്യാണ്.
അങ്ങനെ സ്വപ്നവനും രാമനാഥനും വേഗം തന്നെ മഹേഷിന്റെ റൂമിലേക്ക് പോവാണ്. മഹേഷ് ആരാത്? അതെന്റെ ഫ്രണ്ടാ. അവളുടെ നോട്ടവും ഭാവം ഒന്നും ശരിയല്ല. നിന്റെ ഭാര്യ അറിഞ്ഞിട്ടാണോ അവൾ ഇങ്ങോട്ടേക്ക് വന്നത് എന്ന് രാമനാഥ സ്വപ്നവന് ചോദിക്കുമ്പോ ഇഷിതൊക്കെ ഒന്നും അറിയില്ല എന്ന് പറയുമ്പോ രാമനാഥൻ പറയുന്നു, മോനെ നിന്റെ ഇഷിത വീട്ടിലാത്ത സമയത്ത് അവള് വന്നത് അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നണില്ല. അച്ഛാ, അതെന്റെ ഫ്രണ്ടാണ്, ഇനി എന്നെ കാണാൻ വരും. ആ കാര്യത്തിൽ നിങ്ങൾ ഇടപെടണ്ട. അല്ല, ഫ്രണ്ടിന്റെ പേരെന്താ? അതൊക്കെ നിങ്ങൾ എന്തിനാ അറിയണത്? ഇനി അവളോന്നല്ല ഞാൻ ചൂടെടുക്കും എന്ന് സ്വപ്നവന് പറയുമ്പോ അമ്മ ചൂട് അവള് തോക്കെടുക്കും എന്ന് പറയാണ്. നിങ്ങൾ അതൊന്നും ഒന്നും വിചാരിക്കേണ്ട. പിന്നെ ഇഷിത വരുമ്പോ ഈ കാര്യം പറയാനും നിൽക്കുന്നുണ്ട എന്ന് മഹേഷ് പറയാണ്. അങ്ങനെ സ്വപ്നവലി രാമനാഥനും അവിടെ അങ്ങോട്ട് പോകട്ടെ റൂമിൽ നിന്ന്. മഹേഷിന് ചിരി വരുവാണ്. അതിനുശേഷം കാണിക്കുന്നത് നമ്മുടെ പ്രിയാമണിനെയാണ്. പ്രിയാമണി കുറച്ച് ഉണ്ണിയപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് ഇങ്ങനെ ഒരു ഡബ്ബയിൽ നിറച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയത്ത് നമ്മുടെ ഉണ്ണിയപ്പം കുറച്ച് മഹേഷിന് കൊടുക്കാന്ന് പ്രിയാമണി പറയുമ്പോഴേക്കും പെട്ടെന്ന് തന്നെ നമ്മുടെ സുചിത്ര പറയണ്ട്, അല്ല ഇളയമ്മക്ക് ഈയിടെയായിട്ട് ആ വീട്ടുകാരുടെ കുറച്ച് താല്പര്യക്കുറവുണ്ടല്ലോ. ഉണ്ട്, നല്ല താല്പര്യക്കുറവുണ്ട്. ആ വീട്ടിൽ നിന്ന് എന്റെ ഇഷുവിനെ കെട്ടിച്ചയച്ചു, ഇനി നിന്നെ കൂടി കെട്ടിച്ചയക്കാൻ എനിക്കൊരു താല്പര്യമില്ല ആ വീട്ടിലേക്ക് എന്ന് പറയാണ്. അല്ല അമ്മക്ക് ഇളയമ്മക്ക് ഇത് എന്താ സംഭവിച്ചത്? എന്റെ ഇളയമ്മ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ. ഇളയമ്മയുടെ സ്വഭാവത്തിലേക്ക് ഇപ്പൊ ആകെ മാറ്റുവാണ് എന്ന് പറയുമ്പോഴേക്കും എന്ത് ചെയ്യാനാ, അതൊക്കെ ഓരോന്നൊക്കെ ആലോചിച്ചിട്ട് ഇതാക്കിയതാണ്. അല്ല, മഹേഷിന്റെ ആ കിടപ്പിനെ കുറിച്ച് നിന്നോട് എന്തെങ്കിലും ഇഷ്യൂ പറഞ്ഞായിരുന്നോ? എന്ത്? അല്ല, അവൻ എത്ര നാൾ അങ്ങനെ കിടക്കേണ്ടി വരുമെന്നോ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞായിരുന്നോ? ഇല്ല, അങ്ങനെ പറഞ്ഞില്ല. എനിക്ക് തോന്നുന്നു മഹേഷിന് പെട്ടെന്നൊന്നും എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലതാണ്. ഇനി എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നും ആർക്കറിയാം എന്ന് പ്രിയാമണി പറയുമ്പോ സുചിത്ര പറയണ്ടേ, എന്തൊക്കെയാണ് ഇളയമേ പറയണത്? എഴുന്നേറ്റ് നടക്കാൻ പറ്റില്ലെന്നോ? ഇളയമക്ക് ഇതൊക്കെ എങ്ങനെ പറയാൻ തോന്നുന്നു? എനിക്ക് തോന്നുന്നേ നട്ടലിന് ക്ഷതമേക്കുന്ന അല്ലെങ്കിൽ കിടത്തിക്കളയുന്ന എന്തോ ഒരു സംഭവം മഹേഷിന്റെ തലച്ചോറി സംഭവിച്ചിട്ടുണ്ട്. നല്ല അടിപൊളി കണ്ടുപിടുത്തോണല്ലോ ഇളയമേട എന്ന് സുചിത്ര പറയുമ്പോഴേക്കും പ്രിയാമണി പറയണ്ടേ, ഞാൻ പറഞ്ഞത് സത്യം തന്നെയാണ്. പിന്നെ ഇഷ്യൂദിനെ കുറിച്ചൊന്നും ഒന്നും പറയില്ലല്ലോ. നോക്ക ഇളയമേ ഇപ്പൊ എന്നോട് പറഞ്ഞു, ഇനി ആരോടും ഇത് പറയാൻ നിൽക്കേണ്ട. എന്ത് ചെയ്യാനാ? എനിക്ക് തോന്നുന്നു എന്റെ മോൾക്ക് മഹേഷായിട്ടുള്ള ജീവിതം പറഞ്ഞിട്ടില്ലെന്ന്. ആദ്യം അവരൊരുമിച്ച് ജീവിക്കുന്ന പോലെ നമ്മുടെ മുമ്പിൽ അഭിനയിച്ചു, അത് കള്ളമാണെന്ന് തെളിയിച്ചത് നീയാണ്. പിന്നെ ടൂർ പോയിട്ട് ഒരുമിക്കാന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും പറ്റിച്ചു. ഓരോരോ അപകടം ഓരോരുടെ സാഹചര്യം വെച്ച് അവർക്ക് പോകാൻ പറ്റില്ല. അവസാനം മഹേഷ് കിടപ്പിലായി. ഇനി മഹേഷ് എഴുന്നേറ്റിരിക്കുന്നതിന് ആർക്കറിയാം? ഇളയമ്മേ ഇങ്ങനെയൊന്നും പറയല്ലേ എന്ന് പറയാണ്. അപ്പോഴേക്കും അവിടേക്ക് മാഷ് വരുന്നുണ്ട്. ഉണ്ണിയപ്പത്തിന്റെ മണം നന്നായിട്ട് അടിക്കുന്നു. പ്രിയാമണി ഉണ്ണിയപ്പം ഉണ്ടാക്കിയല്ലോ എന്ന് വിട്ട് ഒരു ഉണ്ണിയപ്പം കഴിക്കണം. എന്താ ഒരു ടേസ്റ്റ്! നല്ല അടിപൊളി നെയ്യും പഞ്ചസാരയൊക്കെ ഇട്ടുണ്ടാക്കിയ അടിപൊളി ഉണ്ണിയപ്പം. പിന്നെ പ്രിയാമയുടെ കൈപ്പുണ്യം കൂടി ആയപ്പോഴേക്കും അടിപൊളിയായി എന്ന് പറയാണ്. ഞാൻ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി മാഷെ. മഹേഷ് അവിടെ വെറുതെ ഇരിക്കല്ലേ, മഹേഷിന് കുറച്ച് കൊണ്ടേ കൊടുക്കാം. അത് വളരെ നല്ല കാര്യമാണ്, താൻ കൊണ്ടുപോവാ, നമുക്ക് കൊണ്ടേ കൊടുക്കാം. മാഷ് വരണ്ട, മാഷ് വന്നാലേ അവിടെ ഇരുന്ന് സംസാരിച്ച് വെറുതെ സമയം കളയും. എന്നാലേ എനിക്കിതാ ഞാൻ കൊണ്ടേ കൊടുക്കാം എന്ന് സുചിത്ര പറയുമ്പോ നീ പോവണ്ട, അത് മാഷ് പറയണത് എനിക്ക് ഇതിന്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാനല്ലേ. അതൊന്നും അല്ലേ ലയച്ച. ഞാൻ പോയിക്കോളാം, ഞാൻ പോയിട്ട് പെട്ടെന്ന് കൊടുത്തിട്ട് പെട്ടെന്ന് വരാം എന്ന് പ്രിയാമണി പറയാണ്. ശേഷം പ്രിയാമണി ഉണ്ണിയപ്പം കുറച്ചൊരു പാത്രത്തിലാക്കിയിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് പോവാട്ടോ. പ്രിയാമണി പോകുമ്പോ തന്നെ സുചിത്രയായിരുന്നുണ്ടെങ്കിൽ നമ്മുടെ മാഷിനോട് പറയണ്ടേ, ഇളയമ്മയുടെ ആ പോക്ക് അത്ര ശരിയല്ലല്ലോ ഇളയച്ച. എന്താ മോള് അങ്ങനെ പറഞ്ഞത്? ഇളയമ്മക്ക് എന്തോ ഒരു ദേഷ്യോ, ആ വീട്ടുകാർക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ട്. പിന്നെ മഹേഷേട്ടന് കുറച്ച് എന്തൊക്കെയോ ഡൗട്ടൊക്കെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് അങ്ങനെ തോന്നിയത് എന്ന് പറഞ്ഞിട്ട് സുചിത്ര അവിടെ നിന്ന് പോവാണ്. അത് കേൾക്കുമ്പോൾ മാഷിനും എന്തോ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ശേഷം പ്രിയാമണി നേരെ ഇപ്പോൾ മഹേഷിന്റെ റൂമിലേക്കാണ്. മഹേഷ് ഇതാരെ അമ്മയോ? മാഷിച്ചൻ വന്നില്ലേ? ഇല്ല, ഞാനെ കുറച്ച് ഉണ്ണിയപ്പം ഉണ്ടാക്കി മഹേഷിനെ തരാൻ വേണ്ടി വന്നതാ. ഉണ്ണിയപ്പോ എവിടെ എന്ന് പറഞ്ഞ് മഹേഷ് അതിലൊരു ഉണ്ണിയപ്പം എടുക്കുകയാണ്. എന്നിട്ട് കഴിക്കുന്നുണ്ട്. നല്ല ടേസ്റ്റാ. ഇഷിത പറയാറുണ്ട് മധുര പലഹാരങ്ങളൊക്കെ അമ്മ ഉണ്ടാക്കണ പോലെ ആർക്കും ഉണ്ടാക്കാൻ സാധിക്കുന്നത്. കൊള്ളാട്ടോമ്മേ, സൂപ്പർ ആയിട്ടുണ്ട്. അല്ല മഹേഷിന് ഇതുപോലെ എത്ര നാളെ കിടക്കേണ്ടി വരും? മഹേഷിന് എഴുന്നേറ്റ് നടക്കാൻ പറ്റുന്നുണ്ടോ? എനിക്കിതുപോലെ തന്നെ ഇരിക്കാനേ പറ്റുന്നുള്ളൂ. ഇഷിതയുള്ളപ്പോ ഇഷിത സഹായിക്കും. അല്ല, ഇപ്പൊ അച്ഛനാണ് എന്നെ സഹായിക്കണത്. ഒട്ടും അനങ്ങാൻ പറ്റുന്നില്ലേ? ഇപ്പൊ അനങ്ങാൻ പറ്റുന്നില്ല. അല്ല, മഹേഷിന് എത്ര നാൾ ഇതുപോലെ റെസ്റ്റ് ചെയ്യേണ്ടി വരും എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുമ്പോ മഹേഷിന്റെ കാര്യം മനസ്സിലായി. പ്രിയാമണി വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന്. അത് അറിയില്ല അമ്മേ എന്ന് പറയാണ്. പിന്നെ എന്തിനാ മഹേഷ് തിരക്ക് പിടിച്ച് ഡിസ്ചാർജ് വാങ്ങിച്ചത്? ഇഷുവിനെ പറഞ്ഞാൽ മതി, അവൾക്കൊന്ന് ശ്രദ്ധിച്ചൂടായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ശേഷം മഹേഷ് പ്രിയാമണിയുടെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. പ്രിയാമണി മഹേഷിനെ നോക്കാണ്. ആ ഒരു ഭാഗത്തോടെ ആട്ടോ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. നാളത്തെ പ്രൊമോയിൽ കാണിക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ മഹേഷും ഇഷിതയും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ മഹേഷ് പറയുന്നുണ്ട് ചിപ്പിയെടുത്ത്, പഠിക്കുന്ന സമയത്ത് മോളുടെ അമ്മ മിടുക്കിയായിരുന്നു. എന്റെ ഈ അമ്മയാണോ എന്ന് ചോദിക്കുമ്പോ
മഹേഷ് ഇഷിത പറയണ്ട, അയ്യോ ഈ ഞാനല്ല മോളെ, പഠിക്കുന്ന സമയത്തെന്ന് പറയുമ്പോ മോൾക്ക് ആലോചിച്ചൂടെ മോളുടെ രചന മമ്മിയാണെന്ന് എന്നിങ്ങനെ പറയാട്. ശേഷുവാണെന്നുണ്ടെങ്കിൽ പ്രിയാമണി മാഷിനോട് പറയണ്ട, ഇഷിതയും മഹേഷും ഡിവോഴ്സ് ചെയ്തിരിക്കണം, അവളുടെ ജീവിതം ഇങ്ങനെ കളയാൻ എനിക്ക് പറ്റില്ല എന്ന് പ്രിയാമണി പറയാണ്. മാഷ് ചോദിക്കേണ്ടത് താൻ എന്തൊക്കെയാണ് പറഞ്ഞത്, ഡിവോഴ്സോ? അതെ, ഡിവോഴ്സ് ചെയ്യണം എന്ന് പറയാണ്. പിന്നെ പ്രിയാമണി വന്നതിനെ കുറിച്ച് മഹേഷ് ഇഷിത അടുത്ത് പറയുന്നുണ്ട്. ഇഷിതക്ക് ചെറിയ ദേഷ്യവും വിഷമവും ഒക്കെ തോന്നുന്നുണ്ട് കേട്ടോ. ആ ഒരു ഭാഗത്തോടെ ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ഫ്രണ്ട്സ്. ടേക്ക് കെയർ. ബൈ ബൈ.